നമസ്കാരം. നമ്മൾ അവസാന ക്ലാസ്സിൽ കോഷീസ് റെസിഡ്യൂ തിയറവും അതിൻ്റെ കണക്കുകളും അതെങ്ങനെയാണ് ഇൻ്റഗ്രേഷനിലേക്ക് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുന്നതും എന്നൊക്കെ പറഞ്ഞു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് കോഷീസ് റെസിഡ്യൂ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായി വരുന്ന ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ യൂസിങ് കോഷീസ് റെസിഡ്യൂ തിയറം എന്ന് പറഞ്ഞാൽ ചില ഡെഫിനിറ്റ് ഇൻ്റഗ്രലുകൾ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. ചില ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇനി അങ്ങോട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. അവരെ നമ്മൾ പ്രോപ്പറായി പഠിച്ച പ്ലസ് ടുവിനോ അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ സെമ്മുകളിലൊക്കെ പഠിച്ച ഇൻ്റഗ്രേഷൻ വെച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായ കുറേ ഇൻ്റഗ്രലുകളുണ്ട്. അവ റിയൽ ഇൻ്റഗ്രലുകളാണ്. പക്ഷേ ആ റിയൽ ഇൻ്റഗ്രലുകളെ കോംപ്ലക്സിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് കോംപ്ലക്സ് ഇൻ്റഗ്രലുകൾ ഉപയോഗിച്ചുകൊണ്ട് റെസിഡ്യൂ തിയറം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ആൻസർ കാണുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ, അതിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടൈപ്പ് 1 എന്ന് വേണമെങ്കിൽ പറയാം. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ, എ പ്ലസ് ഓർ മൈനസ് ബി കോസ് തീറ്റ ഓർ ഡി എക്സ് ബൈ എ പ്ലസ് ഓർ മൈനസ് ബി സൈൻ തീറ്റ. ഈ വരുന്ന രണ്ട് പാറ്റേണുകളാണ് ടൈപ്പ് 1. ഇങ്ങനെ കോസ് തീറ്റയും സൈൻ തീറ്റയും വരിക. കോസ് 2 തീറ്റയോ സൈൻ 2 തീറ്റയോ ഒക്കെ വരാം. പക്ഷേ കോസ് തീറ്റ സൈൻ തീറ്റ നിങ്ങൾക്ക് വരുള്ളൂ. കോസ് തീറ്റയും സൈൻ തീറ്റയും വരുന്ന ഈ ടൈപ്പ് ഓഫ് ഇൻ്റഗ്രലുകളെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ, ഇൻ്റഗ്രൽ 0 to 2 pi d തീറ്റ ബൈ 5 + 4 കോസ് തീറ്റ. ഇതൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ പരീക്ഷയ്ക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സാമ്പിളാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കൂ. നിങ്ങൾക്കറിയാം, കോസ് തീറ്റ എന്ന് പറയുന്നതിനെ ഞാൻ കോംപ്ലക്സിൻ്റെ ഭാഗമാക്കി മാറ്റാനാണെങ്കിൽ എനിക്കറിയാം ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. സംശയമില്ലല്ലോ. ഇ റൈസ് ടു ഐ തീറ്റ ഈസ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, എനിക്കിതിനകത്ത് നിന്ന് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എടുത്താൽ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാകും. ശരിയാണല്ലോ. എനിക്കറിയാം ഇസഡ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ എന്നാണ് ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും പോളാറിൽ റെപ്രസെൻ്റ് ചെയ്യുക. ഇസഡ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ. അങ്ങനെയാണെങ്കിൽ ആർ 1 ആകുമ്പോൾ ഇത് ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ ആവത്തില്ലേ? ആർ 1 എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സർക്കിളാണ് പരിഗണിക്കുന്നതെങ്കിൽ നോക്കൂ, ഇതിൻ്റെ രണ്ട് സൈഡും നിങ്ങൾ മോഡുലസ് എടുക്കുന്നു നോക്കുക. രണ്ട് സൈഡ് മോഡ് ഇസഡ് ഈക്വൽ ടു മോഡ് ആർ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ. ദാറ്റ് ഈസ് മോഡ് ഇസഡ് ഈക്വൽ ടു മോഡുലസ് ആർ ഇൻറ്റു മോഡുലസ് ഇ റൈസ് ടു ഐ തീറ്റ. എന്താ മോഡുലസ് ഇ റൈസ് ടു ഐ തീറ്റയുടെ മോഡുലസ്? റൂട്ട് ഓഫ് കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ. അത് 1 ആണ് എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ് ഈക്വൽ ടു ആർ എന്നാണ്. ഇങ്ങനെ എഴുതുന്നത് മോഡ് ഇസഡ് ഈക്വൽ ടു ആർ എന്ന് എഴുതിയാൽ അതൊരു സർക്കിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിത്ത് സെൻറ്റർ 0 0 മോഡ് ഇസഡ് ഈക്വൽ ടു ആർ. അങ്ങനെയാണെങ്കിൽ ആർ 1 ആകുമ്പോൾ മോഡ് ഇസഡ് ഈക്വൽ ടു എന്താകും? 1 ആകും. എന്ന് പറഞ്ഞാൽ യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ ആവില്ലേ? അപ്പം യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ മോഡ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളിനെ നമ്മൾ എഴുതിയാൽ ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ എന്ന് എഴുതുക. കാരണം ആർ 1 ആണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന സാധനം ഇ റൈസ് ടു ഐ തീറ്റ മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ ഇസഡ് റൈസ് ടു -1 ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ ആകുമല്ലോ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇസഡ് പ്ലസ് ഇസഡ് റൈസ് ടു -1 ദാറ്റ് ഈസ് 1/z ഈക്വൽ ടു ഇതിനെ രണ്ടിനെയും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 2 കോസ് തീറ്റ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്തെന്ന് കിട്ടും? 2 ഇൻറ്റു ഇസഡ് പ്ലസ് 1/z എന്ന് കിട്ടും. ഒരു പക്ഷേ കോംപ്ലക്സ് തിയറി പഠിച്ചപ്പോൾ നിങ്ങൾ പണ്ടുള്ള മൊഡ്യൂളുകളിൽ പണ്ടുള്ള സെമസ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ടാകും. കോസ് തീറ്റയ്ക്ക് പകരം കോംപ്ലക്സിൽ എഴുതുമ്പോൾ 2 ഇൻറ്റു ഇസഡ് പ്ലസ് 1/z എന്നാണ്. സിമിലർലി നിങ്ങൾ സൈൻ 2 തീറ്റ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് കിട്ടും 1/2i ഇൻറ്റു ഇസഡ് മൈനസ് 1/z എന്ന് വരും. 1 അല്ലെങ്കിൽ 2i ഇങ്ങോട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഈക്വൽ ടു 1/2 എന്നാണ് വരിക. 1/2 ഇവിടെ 1/2 കോസ് തീറ്റയിൽ 2 ഇഞ്ഞ് പോകുമ്പോൾ 1/2 ഇൻറ്റു ഇസഡ് പ്ലസ് 1/z എന്നും സൈൻ തീറ്റ നിങ്ങൾ ഇത് മൈനസ് ചെയ്യുകയാണെങ്കിൽ 1/2i ഇൻറ്റു ഇസഡ് മൈനസ് 1/z എന്നുമാണ് കോസ് തീറ്റയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. സൈൻ തീറ്റയെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ എന്നെടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ ഈ ഇൻ്റഗ്രേഷനിൽ കോസ് തീറ്റയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ കോസ് തീറ്റയെ ഞാൻ ഇ റൈസ് ടു ഐ തീറ്റേൻ്റെ ഭാഗമാക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന 0 to 2 pi എന്ന് പറയുന്ന ആംഗിൾ, നിങ്ങൾ 0 to 2 pi എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 0യിൽ നിന്ന് തുടങ്ങി തിരിച്ച് കറങ്ങി 2 pi എത്തുക. അങ്ങനെ 0 to 2 pi എന്ന് പറയുമ്പോൾ ഞാൻ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇതിന് തുല്യമായിട്ട് കൺസിഡർ എ സർക്കിൾ വിത്ത് യൂണിറ്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അയാളെ ഞാൻ ഇനി സി എന്ന് വിളിക്കുന്നു. അങ്ങനെ യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ എന്ന് കൊടുക്കാം.
കൊടുത്തുകൂടി. നമുക്ക് ഡി സെഡിന് പകരം എന്ത് കൊടുക്കാം? ഐ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ എന്ന് കൊടുക്കാമല്ലോ. അങ്ങനെയാകുമ്പോൾ ഡി തീറ്റ എന്ത് വരും? ഡി തീറ്റ ഈക്വൽ ടു ഡി സെഡ് ബൈ ഐ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സെഡ് ബൈ ഐ സെഡ് എന്ന് വരും. ബിക്കോസ് ഇ റേസ് ടു ഐ തീറ്റ ഈസ് ഇസെഡ്, ഡി തീറ്റ ഈക്വൽ ടു ഡി സെഡ് ബൈ ഐ ഇസെഡ്. കോസ് തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കാം? 1/2 ഇൻറ്റു ഇസെഡ് പ്ലസ് 1/z. അപ്പം നോക്കൂ, ഇത് റിയലിൽ കിടക്കുന്ന ഇൻ്റഗ്രൽ. ഇയാളെ ഞാൻ കോംപ്ലക്സിലേക്ക് മാറ്റുമ്പോൾ കോസ് തീറ്റയ്ക്ക് പകരം 1/2 ഇൻറ്റു ഇസെഡ് പ്ലസ് 1/z എന്ന് കൊടുക്കും. 0 to 2π റീപ്ലേസ് ചെയ്തുകൊണ്ട് ഞാൻ കൺസിഡർ ദ സർക്കിൾ വിത്ത് മോഡ് ഇസെഡ് 1. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ സി ആകും. ഡി തീറ്റയ്ക്ക് പകരം ഡി ഇസെഡ് ബൈ ഐ ഇസെഡ് കൊടുക്കും. അങ്ങനെ ഈ ആളുകൾ ഫുള്ള് ഇൻ്റഗ്രൻ്റ് ഫുൾ ഇസെഡിലേക്ക് മാറും. ഇസെഡിലേക്ക് മാറുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഇൻ്റഗ്രലുകളായി മാറില്ലേ ഇസെഡിലുള്ള ഇൻ്റഗ്രലുകൾ? അവിടെ ഇൻ്റഗ്രൽ സി എന്നല്ലേ നമ്മൾ എടുക്കുക? ആ സി ആണ് മോഡ് ഇസെഡ് ഈക്വൽ ടു 1. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ടൈപ്പ് 1ൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കർവ്, ക്ലോസ്ഡ് കർവ് എന്ന് പറയുന്നത് മോഡ് ഇസെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സർക്കിളാണ്. വിത്ത് ഇസെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ ഡി ഇസെഡ് ഈക്വൽ ടു, അത് ഇതൊന്നും എഴുതണം നിർബന്ധമില്ല. ഇസെഡ് ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ ഈക്വൽ ടു ഡി ഇസെഡ് ബൈ ഐ ഇസെഡ്. കോസ് തീറ്റയ്ക്ക് പകരം ഇത് സൈൻ തീറ്റ ആണെങ്കിൽ ഇത്. ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇയാൾ കോംപ്ലക്സ് പ്ലെയിനിലെ ഒരു സർക്കിളിൽ ലൈൻ ഇൻ്റഗ്രൽ വരുന്ന ഒരു ഇൻ്റഗ്രലായി മാറും. കോംപ്ലക്സ് പ്ലെയിനിൽ ഇൻ്റഗ്രൽ വന്നാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ആ പ്ലെയിനകത്ത് റെസിഡ്യൂ ഉണ്ടോ എന്നൊക്കെ നോക്കി കോഷീസ് റെസിഡ്യൂ തിയറം പ്രകാരം ആ കോംപ്ലക്സ് ഇൻ്റഗ്രലിൻ്റെ ആൻസർ കാണും. ആ ആൻസർ തന്നെയാണ് ഇയാളുടെ ആൻസർ എന്ന് നമ്മൾ എഴുതും. മനസ്സിലാവുന്നുള്ളൂ? അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, എ പ്ലസ് ഓർ മൈനസ് ബി കോസ് തീറ്റ ഓർ എ പ്ലസ് ഓർ മൈനസ് ബി, അതും ഡിനോമിനേറ്ററിൽ തന്നെ വരണം. സൈൻ തീറ്റ എന്ന് വന്നാൽ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇസെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ. എന്തുകൊണ്ട്? അവിടെ കൺസിഡർ ചെയ്യുന്ന കർവ് എന്ന് പറയുന്നത് മോഡ് ഇസെഡ് ഈക്വൽ ടു 1 ആണ്. ഇസെഡിന് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കുക. ഡി തീറ്റയ്ക്ക് പകരം ഡി ഇസെഡ് ബൈ ഐ ഇസെഡ് എന്നാണ്. കോസ് തീറ്റയ്ക്ക് ഇതാണ്, സൈൻ തീറ്റയ്ക്ക് ഇതാണ്. ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞിരിക്കണം ഏതൊരു കണക്കിലും ചെയ്യാൻ. അടുത്ത കണക്ക് തൊട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതില്ല. നമ്മൾ ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാ? ഇസെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ, ഡി തീറ്റ ഈക്വൽ ടു ഡി ഇസെഡ് ബൈ ഇസെഡ്, ഇത് 4 മാത്രമേ എഴുതുകയുള്ളൂ. അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ് ചെയ്യുക. നോക്കാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് എക്സാമ്പിളാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇൻ്റഗ്രൽ 0 to 2π ഡി തീറ്റ ബൈ 5 plus കോസ് തീറ്റ 5 plus 4 കോസ് തീറ്റ. അപ്പോൾ നിങ്ങൾ എഴുതുക, കൺസിഡർ ദ യൂണിറ്റ് സർക്കിൾ മോഡ് ഇസെഡ് ഈക്വൽ ടു 1. therefore ഇസെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ ഡി ഇസെഡ് ഈക്വൽ ടു എന്തെന്നാ വരിക? ഇത് വേണമെങ്കിൽ ഡെറിവേറ്റീവ് എടുത്തോളുക. ഐ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ. therefore ഡി തീറ്റ ഈക്വൽ ടു ഡി ഇസെഡ് ബൈ, ഇതിന് താഴെ വരുമ്പോൾ ഐ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ദാറ്റ് ഈസ് ഡി ഇസെഡ് ബൈ ഐ ഇസെഡ്. ഡി തീറ്റ ഈക്വൽ ടു ഡി ഇസെഡ് ബൈ ഐ ഇസെഡ് എന്ന് എഴുതിയാലും മതി. ഇവിടെ കോസ് തീറ്റ ആണുള്ളത്. കോസ് തീറ്റ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇസെഡ് പ്ലസ് 1/z എന്നാകും. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രേഷൻ therefore ഇൻ്റഗ്രൽ 0 to 2π ഡി തീറ്റ ബൈ 5 plus 4 കോസ് തീറ്റ ഈസ് ഈക്വലൻ ടു ഇൻ്റഗ്രൽ സി. ഡി തീറ്റയ്ക്ക് പകരം ഡി ഇസെഡ് ബൈ ഐ ഇസെഡ് ബൈ 5 plus 4 ഇൻറ്റു 1/2 ഇൻറ്റു ഇസെഡ് പ്ലസ് 1/z എന്നാകും. ശരിയാണല്ലോ? അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സി. നോക്കൂ, ഇവിടെ ഈ 2ഉം 4ഉം പോകും, 2 ആകും. ഇവിടെ ഇസെഡ് എൽസിയം എടുക്കുമ്പോൾ നമുക്ക് ഡി ഇസെഡ് ബൈ ഐ ഇസെഡ് അങ്ങ് ഡിനോമിനേറ്ററിലേക്ക് പോകും. ഐ ഇസെഡ് ഇൻറ്റു 5 plus 2 ഇൻറ്റു ഇസെഡ് സ്ക്വയർ പ്ലസ് 1/z എന്നാകും. ശരിയാണല്ലോ? ഇസെഡ് സ്ക്വയർ പ്ലസ് 1/z എൽസിയം എടുക്കുമ്പോൾ ഈ ഇസെഡിനെ ഒന്നുകൂടി എൽസിയം എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ സി ഡി ഇസെഡ് ബൈ ഐ ഇസെഡ് ഇൻറ്റു 5z പ്ലസ് 2z സ്ക്വയർ പ്ലസ് 2/z എന്ന ഒറ്റ ബൈ ഇസെഡ് എന്നുള്ള ഒറ്റ ഡിനോമിനേറ്ററിലേക്ക് മാറും. അപ്പോൾ എന്താ? ഈ ഇസെഡും കട്ട് ചെയ്ത് പോകും. 1/i പുറത്ത് വരും. 1/i ഇൻറ്റു ഇൻ്റഗ്രൽ സി ഡി ഇസെഡ് ബൈ 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2 എന്നുള്ള കോംപ്ലക്സ് ഇൻ്റഗ്രേഷനായി മാറും. സി എന്ന് പറഞ്ഞാൽ മോഡ് ഇസെഡ് ഈക്വൽ ടു 1 ആണെന്ന് അറിയാമല്ലോ. മോഡ് ഇസെഡ് ഈക്വൽ ടു 1 ആണ്. ഇനി നമ്മൾ ഇയാളെ എങ്ങനെയാണ് സാധാ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന പോലെ നമ്മൾ നേരത്തെ ചെയ്ത CRT കോഷീസ് റെസിഡ്യൂ വെച്ച് എങ്ങനെ ചെയ്യുക? ഇയാളെ നിങ്ങൾ ഫാക്ടർ ആക്കണം. എന്തുകൊണ്ട്? സിംഗുലാരിറ്റി. ഇയാളുടെ സിംഗുലാരിറ്റി കാണണമല്ലോ, ഡിനോമിനേറ്റർ 0 ആവുന്നത്. അപ്പോൾ അയാളെ ഫാക്ടർ ആക്കാൻ നമുക്ക് നോക്കാം. 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2 ഈക്വൽ ടു 0. സിംഗുലാരിറ്റി കാണാൻ വേണ്ടി നിങ്ങൾക്കറിയാം
ഒന്നുകിൽ നിങ്ങൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ ഫാക്ടർ ആക്കുമ്പോൾ പ്രോഡക്റ്റ് നമ്മൾക്ക് 4ഉം സം 5ഉം, പ്രോഡക്റ്റ് 2 × 2 4 ആൻഡ് സം 5 ഏതൊക്കെയാണ് 4ഉം 1ഉം. ആ 4ഉം 1ഉം വെച്ച് ഇത് നടുക്കത്തെ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുക. 2z² പ്ലസ് 4z പ്ലസ് 1z പ്ലസ് 2 ഈക്വൽ ടു 0. 5zനെ 4 പ്ലസ് 1 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ആദ്യത്തെ രണ്ട് പേരിൽ നിന്ന് നിങ്ങൾക്ക് 2z പുറത്തെടുക്കാം, അപ്പോൾ z പ്ലസ് 2 വരും. അടുത്തത് പുറത്തെടുക്കാൻ കോമൺ ആയിട്ടൊന്നുമില്ല, അതുകൊണ്ട് 1 × z പ്ലസ് 2. മൊത്തത്തിൽ z പ്ലസ് 2 പുറത്ത് വരുമ്പോൾ z പ്ലസ് 2 × 2z പ്ലസ് 1 ഈക്വൽ ടു 0 എന്നാകും. ശരിയാണല്ലോ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വരിക? സിംഗുലാരിറ്റി z ഈക്വൽ ടു -2, z ഈക്വൽ ടു -1/2. സിംഗുലാരിറ്റീസ്. ശരിയാണല്ലോ? സിംഗുലാരിറ്റീസ് ആണ് z ഈക്വൽ ടു -2ഉം z ഈക്വൽ ടു -1/2ഉം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രേഷൻ എങ്ങനെ മാറും? ഈക്വൽ ടു ഇൻ്റഗ്രൽ c dz ബൈ, നമുക്ക് ഈ ക്വാഡ്രാറ്റിക്കിന് പകരം ഇനി എഴുതാം z പ്ലസ് 2 × 2z പ്ലസ് 1 dz. ആൻഡ് സിംഗുലാരിറ്റികൾ ഏതൊക്കെയാ? 2ഉം -1/2, -2ഉം -1/2മാണ് സിംഗുലാരിറ്റികൾ. ഇനി നമ്മൾ നോക്കൂ, നമ്മൾക്കറിയാം നമ്മളുടെ സി എന്ന് പറയുന്നത് മോഡ് z ഈക്വൽ ടു 1 എന്നുള്ള സർക്കിളാണ്. 1 ആണ് ഇവിടെ റേഡിയസ് ആയിട്ട് വരിക, -1. അങ്ങനെയാണെങ്കിൽ z ഈക്വൽ ടു -1/2 ഇതിനകത്ത് വരും, -2 പുറത്താകും. പുറത്തുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, -1/2നെ മതി. അപ്പം നമുക്ക് എന്ത് കാണണം? റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു -1/2 ഓഫ് f ഓഫ് z കാണുക. ഈക്വൽ ടു എന്തെന്നാ? ലിമിറ്റ് z ടെൻസ് ടു -1/2. ശരിയാണല്ലോ? z -1/2 ദാറ്റ് ഈസ് z പ്ലസ് 1/2 ഇൻറ്റു 1/z പ്ലസ് 2 ഇൻറ്റു 2z പ്ലസ് 1 എന്നാകും. ശരിയാണല്ലോ? കാരണം ഇവിടുത്തെ എഫ് ഓഫ് z എന്താ? ഇവിടുത്തെ എഫ് ഓഫ് z എന്ന് പറയുന്നത് 1/z പ്ലസ് 2 ഇൻറ്റു 2z പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താന്നാ വരിക? ഇവിടെ 2 ഇങ്ങോട്ട് എൽസിയം എടുക്കുമ്പോൾ ലിമിറ്റ് z ടെൻസ് ടു -1/2 2z പ്ലസ് 1/2 ഇൻറ്റു 1/z പ്ലസ് 2 ഇൻറ്റു 2z പ്ലസ് 1 എന്നാകും. ശരിയാണല്ലോ? 2z പ്ലസ് 1 കട്ട് ചെയ്ത് പോകും. നിങ്ങൾ ഇവിടെ z-ന് മൈനസ് സിംപ്ലേറ്റ് കൊടുക്കുക. -1/2 പ്ലസ് 2 ഈസ് 3/2. ആ 3/2ലെ 2ഉം ഈ 2ഉം കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് 1/3 എന്ന ആൻസർ കിട്ടും. കറക്റ്റായിട്ട് ചെയ്യുക. z-ന് -1/2 കൊടുക്കുമ്പോൾ 3/2, 2ഉം 2ഉം പോകുമ്പോൾ 1/3. ഇതാണ് ഏത് പോയിന്റിലെ റെസിഡ്യൂ? -1/2ലെ റെസിഡ്യൂ. -2 നമുക്ക് വേണ്ട, -2 നമുക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസറിന് എന്ത് എഴുതാൻ പറ്റും? അപ്പോൾ നോക്കൂ, നമുക്ക് കിട്ടിയത് r ഓഫ് -1/2, -1/2ന്റെ സിംഗുലാരിറ്റിയുടെ റെസിഡ്യൂ 1/3 എന്ന് കിട്ടി. ദെയർഫോർ നമുക്ക് എഴുതാം 1/i ഇൻറ്റു ഫ്രണ്ടിൽ ഒരു 1/i ഉണ്ടായിരുന്നു, ഇൻ്റഗ്രൽ c dz ബൈ 2z² പ്ലസ് 5z പ്ലസ് 1. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫാക്ടറുകൾ എഴുതുക. ഫാക്ടറുകൾ എഴുതിയാലും മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു z പ്ലസ് 2 ഇൻറ്റു 2z പ്ലസ് 1, z പ്ലസ് 2 ഇൻറ്റു 2z പ്ലസ് 1 dz ഈക്വൽ ടു 1/i ഇൻറ്റു എന്തെന്നാ കോഷീസ് റെസിഡ്യൂ തിയറം പറയുന്നത് 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് ദ സിംഗുലാരിറ്റി. ആകെ ഒരു റെസിഡ്യൂ ഉള്ളൂ, അതിൻ്റെ സിംഗുലാരിറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു i പോകും, നമുക്ക് 2π/3 എന്ന് കിട്ടും. ശരിയാണല്ലോ? അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 0 to 2π dz ബൈ 5 പ്ലസ് 4 cos θ എന്ന് പറയുന്നത് ഇതിന് തുല്യമാകും, ഈക്വൽ ടു 2π/3 എന്നുള്ള ആൻസർ കിട്ടും. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റായിട്ട് കൊടുക്കുക, റെസിഡ്യൂ കണ്ടിട്ട് ഇവിടെ ഒരു ഫ്രണ്ടിൽ ഒരു 1/i മൾട്ടിപ്ലൈ മറന്നുപോലെ. കാരണം നമ്മളിതിനെ ക്വാഡ്രാറ്റിക് ആകുമ്പോൾ ഒരു 1/i dz/iz-ൻ്റെ ഒരു 1/i പുറത്തുണ്ടാകും. അയാളെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. അതേ ഇൻറ്റു പിന്നെ CRT അപ്ലൈ ചെയ്യുക. കോഷീസ് റെസിഡ്യൂ തിയറം 2πi ഇൻറ്റു റെസിഡ്യൂ i പോവും, 2π/3 എന്ന് വരും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2π/3 എന്നാണ് ആൻസർ കിട്ടുക. ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഇൻ്റഗ്രൽ 0 to 2π. ശ്രദ്ധിക്കുക, 0 to 2π തന്നെ ആയിരിക്കണം. 0 to 2π 1/5 - 4 sin θ. കോസ് θ മാറി sin θയിലേക്ക് വന്നു. എനിവേ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതെല്ലാം പഴയ പോലെ തന്നെയാണ്. കൺസിഡർ ക്ലോസ്ഡ് യൂണിറ്റ് സർക്കിൾ. കൺസിഡർ ദ യൂണിറ്റ് സർക്കിൾ mod z ഈക്വൽ ടു 1. Therefore z ഈക്വൽ ടു e raised to i θ, d θ ഈക്വൽ ടു dz by iz, and sin θ equal to 1/2i into z minus 1/z. 1/2i into z minus 1/z. Therefore integration become 2π 0 to 2π d theta by 5 minus 4 sin theta equal to integral c. അല്ലെങ്കിൽ integral mod z equal to 1. Integral mod z equal to 1. d theta പകരം dz by iz by 5 minus 4 into
1/2 ഇൻറ്റു ഇസഡ് മൈനസ് 1/z എന്നാകും. ശരിയാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മോഡ് ഇസഡ് ഈക്വൽ ടു 1 മോഡ് ഇസഡ് ഈക്വൽ ടു 1/iz ഇൻറ്റു 1/iz അല്ലെങ്കിൽ dz ബൈ iz ഇൻറ്റു iz താഴെ പോകും. ഇവിടെ 2ഉം 4ഉം പോകുമ്പോൾ 5 മൈനസ് 2. നോക്കൂ, ഇവിടെ 4ഉം 2ഉം പോകുമ്പോൾ 2 ആവും. 1/i ഈസ് മൈനസ് i. അപ്പം മേളിൽ പോകുമ്പോൾ പ്ലസ് 2i ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് 1/z എന്നാകും. ഇസഡ് സ്ക്വയർ മൈനസ് 1/z എന്നാകും. ശരിയാണല്ലോ. ഇസഡ് സ്ക്വയർ മൈനസ് 1 ഇവിടെ LCM എടുത്തു. ഇസഡ് സ്ക്വയർ മൈനസ് 1/z 1/i മൈനസ് i ആണ്, അത് പ്ലസ് ആയി. 4ഉം 2ഉം പോയി പ്ലസ് 2i എന്നായി. ദാറ്റ് ഈസ് ഈക്വൽ ടു കുറച്ചും കൂടി കറക്റ്റായിട്ട് എഴുതുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മോഡ് ഇസഡ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ സി എന്ന് എഴുതുക. കൺസിഡർ ദ യൂണിറ്റ് സർക്കിൾ ആസ് ദ കർവ് സി എന്ന് കൊടുത്തോളൂ. ആസ് സി എന്നിട്ട് സി എന്ന് എഴുതിയാലും മതി. മോഡ് ഇസഡ് ഈക്വൽ ടു 1 dz ബൈ iz ഇൻറ്റു LCM എടുക്കുമ്പോൾ 5z ഇങ്ങോട്ട് വരും. 5z പ്ലസ് 2iz സ്ക്വയർ മൈനസ് 2i/z എന്നാകും. ശരിയാണല്ലോ. ഇസഡും ക്യാൻസലായി പോകും. 1/i ഇൻറ്റു നമുക്ക് എന്തെന്നാ വരിക? ഇൻ്റഗ്രൽ മോഡ് ഇസഡ് ഈക്വൽ ടു 1 dz ബൈ 5z പ്ലസ് ഇസഡ് സ്ക്വയർ ആദ്യം കറക്റ്റായി ക്വാഡ്രാറ്റിക്കായി എഴുതുക. 2iz സ്ക്വയർ പ്ലസ് 5z മൈനസ് 2i എന്ന് വരും. 2iz സ്ക്വയർ പ്ലസ് 5z മൈനസ് 2i. നോക്കൂ, ഇനി നമ്മൾ ഇയാളെ ഫാക്ടറൈസ് ചെയ്യണം. ശരിയാണല്ലോ. ഫാക്ടറൈസ് ചെയ്യുന്നതിന് വേണ്ടി ആ ക്വാഡ്രാറ്റിക് എടുക്കാം. 2iz സ്ക്വയർ പ്ലസ് 5z മൈനസ് 2i എന്നാകും. ശരിയാണല്ലോ. മൈനസ് 2i ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്നാ വരിക? ഇവിടെ നോക്കൂ, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 2i ഇൻറ്റു 2i ദാറ്റ് ഈസ് മൈനസ് 4i സ്ക്വയർ. 2i ഇൻറ്റു മൈനസ് 2 ഈസ് മൈനസ് 4i സ്ക്വയർ ഈസ് പ്ലസ് 4 വരണം. സം എടുക്കുമ്പോൾ 5ഉം വരണം. ശരിയാണല്ലോ. അപ്പോൾ സമ്മ് 5ഉം പ്രോഡക്റ്റ് 4ഉം വരുന്ന നമ്പറുകൾ ഏതൊക്കെയാണ്? 4ഉം 1ഉം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2iz സ്ക്വയർ പ്ലസ് 4z പ്ലസ് z മൈനസ് 2i എന്നാകും. ശരിയാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് എന്ത് പുറത്തെടുക്കാം? നമുക്കൊരു 2z പുറത്തെടുക്കാം. പുറത്തെടുക്കുമ്പോൾ നമുക്ക് iz പ്ലസ് 2 പ്ലസ് 1 ഇൻറ്റു z മൈനസ് 2i എന്നാകും. ശരിയാണല്ലോ. നോക്കൂ, ഇവിടെ z മൈനസ് 2i ഇവിടെ iz പ്ലസ് 2 ഇത് രണ്ടും നമുക്ക് സെയിം കിട്ടണം. എന്നാലേ ഒരു ഫാക്ടർ ഇത് രണ്ടും കൂടെ കോമൺ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതിന് തുല്യമാക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു i കൂടി ഇനി പുറത്തെടുത്താൽ മതി. ഒരു i കൂടി പുറത്തെടുക്കുമ്പോൾ എന്താ കിട്ടുക? നോക്കൂ, ഇവിടെ നിന്ന് ഒരു i കൂടി പുറത്തെടുക്കുമ്പോൾ 2zi ഇൻറ്റു z പ്ലസ് 2/i 2/i എന്ന് പറഞ്ഞാൽ മൈനസ് 2i എന്നാവും. 2/iക്ക് പകരം മൈനസ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടുന്ന് ഒരു i പുറത്തെടുക്കുമ്പോൾ z പ്ലസ് 2/i ഈസ് മൈനസ് i. അപ്പോൾ മൈനസ് 2i പ്ലസ് 1 ഇൻറ്റു z മൈനസ് 2i. ദെയർഫോർ z മൈനസ് 2i പുറത്തെടുത്താൽ z മൈനസ് 2i ഇൻറ്റു 2zi പ്ലസ് 1 എന്ന് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്വാഡ്രാറ്റിക്കിനെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ച് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് 2 റൂട്ട് കിട്ടും. അപ്പം ഫസ്റ്റ് റൂട്ട് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് z ഈക്വൽ ടു 2i എന്നും കിട്ടും. z ഈക്വൽ ടു മൈനസ് 1/2i എന്നും കിട്ടും. അപ്പോൾ z ഈക്വൽ ടു 2i എന്ന് പറഞ്ഞാൽ z മൈനസ് 2i. z ഈക്വൽ ടു മൈനസ് 1/2i എന്ന് പറഞ്ഞാൽ ഇയാൾ ഇങ്ങോട്ട് കയറുമ്പോൾ 2iz 1 ഇപ്പുറം വരുമ്പോൾ 2iz പ്ലസ് 1. നിങ്ങൾ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും 2 സൊല്യൂഷൻ കിട്ടുക. ആ 2 സൊല്യൂഷൻ ഇതുപോലെ ഫാക്ടറാക്കി എഴുതണം. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ ഇതിൽ നിന്നും ആ ഫാക്ടർ നമ്മൾക്ക് കിട്ടി. ദെയർഫോർ സിംഗുലാരിറ്റികൾ എന്ന് പറയുന്നത് z ഈക്വൽ ടു 2iയും z ഈക്വൽ ടു മൈനസ് 1/2iയുമാണ്. ശരിയാണല്ലോ. z ഈക്വൽ ടു 2i ആൻഡ് z ഈക്വൽ ടു മൈനസ് 1/2i ആണ് സിംഗുലാരിറ്റീസ്. നോക്കാം, നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിൾ അല്ലേ? യൂണിറ്റ് സർക്കിൾ ആകുമ്പോൾ ഇവിടെയാണ് വരിക. എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 1 മൈനസ് 1. ഇതിൽ 2i എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇമാജിനറിയിലാണ് 2i. 2 ഇവിടെയാണ് വരിക, അത് പുറത്താണ്. മൈനസ് 1/2iയോ ഇവിടെ വരും മൈനസ് 1/2i. അപ്പം മൈനസ് 1/2i മാത്രമേ ഉള്ളൂ അതിനകത്ത് വരിക. ദെയർഫോർ നമ്മൾക്ക് റെസിഡ്യൂ കാണാം. റെസിഡ്യൂ അറ്റ് മൈനസ് 1/2i ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു മൈനസ് 1/2i ഇൻറ്റു z മൈനസ് 1/2i ഇൻറ്റു എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ ആരാ? 1/, ഇതല്ലേ? 1/, ഇതിന് പകരം ഇത് കൊടുക്കാമല്ലോ. 1/z മൈനസ് 2i ഇൻറ്റു 2iz പ്ലസ് 1. 2iz പ്ലസ് 1. 1/, ക്വാഡ്രാറ്റിക് ആണ്. ദാറ്റ് ഈസ് ഈ ഫാക്ടറുകൾ കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? ലിമിറ്റ് റെസിഡ്യൂ കാണുമ്പോൾ r ഓഫ് മൈനസ് 1/2i ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു മൈനസ് 1/2i
z minus half I into f of z. f of z എന്ന് പറഞ്ഞാൽ 1 by this quadraticന് പകരം z minus 2i into 2zi plus 1 എന്നാണ്. ശരിയാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z tends to minus half I z minus half I into 1 by z minus 2i into നോക്കൂ, ഈ ഫാക്ടറാണ് ഇതിന് കറസ്പോണ്ടിങ്. പക്ഷേ ഇതാവണമെങ്കിൽ അവിടെ നിന്ന് നിങ്ങളൊരു 2iയെ പുറത്തെടുക്കണം. 2i പുറത്തെടുക്കുമ്പോൾ എന്താ കിട്ടുക? z നോക്കൂ പ്ലസ് 1/2 എന്നാണ്. 1/2i എന്ന് പറയുമ്പോൾ 1/i മൈനസ് i ആകും. അപ്പം മൈനസ് ഹാഫ് i ആകും. മനസ്സിലാവുന്നുണ്ടല്ലോ? ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് 2i പുറത്തു വന്നാൽ ഇയാളാവും. അപ്പോൾ 2i ഇവിടെ നിന്ന് പുറത്തു വരും. 1 നിന്ന് പുറത്തു പോകാനില്ലാത്തതുകൊണ്ട് 1/2i. 1/i is minus i/2, that is minus half i എന്നാകും. ശരിയാണല്ലോ? therefore ഇനി ഈ രണ്ട് ഫാക്ടറും വെട്ടിപ്പോകും. ഇസഡിന് പകരം മൈനസ് 1/2i കൊടുക്കുമ്പോൾ 2i ഇൻറ്റു 1/2i ഇൻറ്റു മൈനസ് ഹാഫ് ഐ മൈനസ് 2i എന്നാകും. ഇസഡിന് പകരം മൈനസ് ഹാഫ് ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2i ഇൻറ്റു 2 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ഐ മൈനസ് 4i/2 എന്നാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ 2i ഇൻറ്റു മൈനസ് 5i എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 10i², ദാറ്റ് ഈസ് 10. 2/10 എന്നാകും. 1/5 എന്ന ആൻസർ കിട്ടും. 2/10 ഈസ് 1 minus 10i². i² is minus 1, therefore 10 എന്നാകും. 2/10 equal to 1/5. therefore നമുക്ക് എഴുതാം ഇന്റഗ്രൽ മോഡ് z equal to 1 by ഇക്വേഷൻ f of z എന്താ? z plus z minus 2i into 2zi plus 1 dz equal to. ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു 1/i കൂടിയുണ്ട്. ശരിയാണല്ലോ? അപ്പം നമുക്കിവിടെ 1/i ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 1/i കൂടിയുണ്ട്. 1/i ഇൻറ്റു ദാറ്റ് ഈസ് ഈക്വൽ ടു 1/i ഇൻറ്റു നമുക്കറിയാം ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ 2πi ഇൻറ്റു റെസിഡ്യൂ എന്നാണ്. അപ്പോൾ 1/i ഇൻറ്റു 2πi ഇൻറ്റു റെസിഡ്യൂ എന്നാകും. മനസ്സിലാവുന്നുണ്ടല്ലോ? 1/i ഓൾറെഡി ഇവിടെ ഉള്ളത്, പിന്നീട് 2πi ഇൻറ്റു റെസിഡ്യൂ ബൈ CRT. റെസിഡ്യൂ നമുക്ക് കിട്ടി 1/5. therefore iയും പോകും. ആൻസർ എന്ത് കിട്ടും? 2π/5 എന്ന് കിട്ടും. ആണല്ലോ? therefore നമ്മുടെ ഇൻ്റഗ്രേഷൻ ആൻസർ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 2π dz by 5 minus 4 sin theta equal to 2π/5 എന്നാണ്. 2π/5 എന്നാകും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഫൈൻഡ് ഇന്റഗ്രൽ 0 to 2π d theta by 5 minus 3 cos theta. ദാറ്റ് ഈസ് ഈക്വൽ, നമുക്കറിയാം നമ്മൾ എന്തെഴുതും? കൺസിഡർ ദ യൂണിറ്റ് സർക്കിൾ mod z equal to 1 as C, close to contour C, and therefore z equal to e raised to I theta, d theta equal to dz by iz, and cos theta ആണ് നമുക്ക് ഇവിടെ ഉള്ളത് 1/2 into z plus 1/z. that is integral 0 to 2π d theta by 5 minus 3 cos theta is equivalent to integral C d theta ക്ക് പകരം dz by iz by 5 minus 3 into 1/2 into z plus 1/z എന്നായി മാറും. ശരിയാണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ C 1/i പുറത്ത് വരും. dz by z into 5 minus 3/2 into z plus 1/z എന്നാകും. ശരിയാണല്ലോ? z plus 1/z. അവിടെ LCM വേണമെങ്കിൽ LCM എടുത്താൽ എഴുതാം നമുക്ക്. z ഇങ്ങോട്ട് കയറുമ്പോൾ z² plus 1/z എന്നാകും. z² plus 1/z. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/i ഇൻറ്റു ഇൻ്റഗ്രൽ C dz by z ഇൻറ്റു 5 ഇങ്ങോട്ട് എടുക്കുമ്പോൾ LCM എടുക്കുമ്പോൾ 5z മൈനസ് 2z എടുക്കുക. അപ്പോൾ 10z എന്നാകും. 10z മൈനസ് 3z² മൈനസ് 3/2z എന്ന് വരും. ശരിയാണല്ലോ? ഇസഡും പോവും. 2 കൂടി കഴിഞ്ഞ് ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ ഇങ്ങനെയായി മാറും. 2/i ഇൻറ്റു ഇൻ്റഗ്രൽ C, ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നു, അത് മേളിൽ വരുമ്പോൾ 2/i ഇൻറ്റു ഇൻ്റഗ്രൽ C dz by മൈനസ് 3z² പ്ലസ് 10z മൈനസ് 3 എന്നായി ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കിട്ടും. മൈനസ് 3z² പ്ലസ് 10z മൈനസ് 3. therefore നമ്മൾക്ക് പ്രോഡക്റ്റ് എന്ത് കിട്ടും? ക്വാഡ്രാറ്റിക് ആണ്. പ്രോഡക്റ്റ് +9 സം 10 ആണല്ലോ. ഏതൊക്കെയാ? 9ഉം 1ഉം അറിയാമല്ലോ നമുക്ക്. therefore 2/i ഇൻറ്റു നോക്കൂ, അതിനെ അങ്ങ് ഫാക്ടറാക്കി എഴുതുക. മൈനസ് 3z² പ്ലസ് 10z മൈനസ് 3 ഈക്വൽ ടു മൈനസ് 3z² പ്ലസ് 9z പ്ലസ് z മൈനസ് 3. 10നെ 9ഉം 1ഉമായി, കാരണം പ്രോഡക്റ്റ് 9ഉം 1ഉമാണ് അല്ലേ?
ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു -3z പുറത്തെടുത്താൽ z-3 + 1 പുറത്തെടുത്താൽ അടുത്ത ഫാക്ടറിൽ നിന്ന് z-3 therefore z-3 into 1 - 3z എന്ന് വരും. ശരിയാണല്ലോ. z-3 into 1 therefore integration is equal to 2 by I into integral c dz by z-3 into 1 - 3z. അപ്പോൾ ഇവിടുത്തെ f of z ആരാ? 1 by z-3 into 1 അപ്പോൾ നമുക്ക് വേണമെങ്കിൽ f of z എടുത്ത് എഴുതാം. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് എഴുതിയിരുന്നില്ല. നമുക്ക് ഇവിടെയും കൂടെ വേണമെങ്കിൽ ഇതിനെ f of z equal to z-3 into 1 - 3z എന്ന് എഴുതാം. therefore singularities are z equal to 3 and z equal to 1/3. രണ്ട് സിംഗുലാരിറ്റികൾ, അതും സിമ്പിൾ പോളുകളാണ്. കാരണം പോളിനോമിയൽ അല്ലേ, ഇത് ഓരോന്നിൻ്റെ ഓർഡർ 1 ആണ്, സിമ്പിൾ പോളുകളാണ്. ഇനി ഇതിനകത്ത് നമുക്കറിയാവുന്നത് mod z equal to 1 എന്നാണ് സർക്കിൾ. അതിനകത്ത് 3 വരില്ല, ബട്ട് ആര് വരും? 1/3 അതിനകത്ത് വരും. അയാളുടെ റെസിഡ്യൂ കാണണം, നോക്കാം. അപ്പോൾ z equal to 1/3ൻ്റെ റെസിഡ്യൂ കാണുമ്പോൾ r of 1/3 എന്ന് എഴുതാം. r of 1/3 equal to limit z tends to 1/3 z minus 1/3 into f of z എന്ന് പറഞ്ഞാൽ 1/z-3 into 1 - 3z എന്നാണ്. ശരിയാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 1/3. നമുക്കിവിടെ നോക്കൂ, z minus 1/3 into 1/z-3 into ഈ ഫാക്ടറായി കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് പുറത്തെടുക്കണം? ഒരു -3 പുറത്തെടുക്കണം. അപ്പോൾ നമുക്ക് -1/3 + z എന്ന് വരും. ശരിയാണല്ലോ. ഇവിടെ നിന്ന് ഒരു -3 പുറത്തെടുത്താൽ -1/3 + z -1/3 തന്നെയല്ലേ അത്? ആ ഫാക്ടറും അതും കട്ട് ചെയ്ത് പോകും. 1/3 കൊടുക്കുമ്പോൾ 1/-3 into 1/3 എന്നാകും. ഇസഡിന് പകരം 1/3 കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/-3 into 1 - 9 -8/3 എന്നാകും. 3 3 പോകും. നമുക്ക് 1/8 എന്നാണ് റെസിഡ്യൂ കിട്ടുക. 1/8. therefore 2/i, ഇവിടെ ഒരു 2/i ഉണ്ട്. നമ്മൾ ചെയ്തു വരുന്ന വഴിയിൽ ഈ ആളെ മറന്നു പോകരുത്. 2/i ചെയ്തു വരുന്ന വഴിയിൽ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ബട്ട് ശ്രദ്ധിക്കുക, 2/i ഫ്രണ്ടിലുണ്ട്. 2/i integral c dz by z-3 into 1 - 3z equal to 2/i into 2/i ഫ്രണ്ടിലുള്ളതാണ് ഇൻറ്റു CRT പ്രകാരം 2πi into റെസിഡ്യൂ 1/8 എന്നാണ്. ദാറ്റ് ഈസ് ഐയും പോകും. 2 to 4 4 8 പോകും, 2 ആകും. ആൻസർ ഈസ് π/2 എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഫോർ നമ്മളുടെ ഇൻ്റഗ്രേഷൻ ആൻസർ നമുക്ക് എന്തായിട്ട് എടുത്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π dθ by 5 - 3 cos θ ഈക്വൽ ടു π/2 എന്ന് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. ആൻസർ ഈക്വൽ ടു π/2. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിനോ അല്ലെങ്കിൽ 15ൻ്റെ പാർട്ടായിട്ടോ ചോദിക്കാം. വൃത്തിയായി എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. എക്സ്പ്രഷൻ എത്തിച്ച് ഫാക്ടറൈസേഷൻ റെസിഡ്യൂ കാണുക, ഫൈനൽ ആൻസർ എഴുതുക. ശ്രദ്ധിക്കുക.